ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. അങ്ങനെ പരാശക്തി സിനിമ റിലീസ് ചെയ്തു. ഇന്നലെ തന്നെ പടം പോയി കണ്ടു. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് താമസിച്ചു പോയി. അപ്പം സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ അത്ര വലിയ സംഭവം എന്ന് പറയാനുമില്ല. ഒരു നോർമൽ പടം ആ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ശിവകാർത്തികേയനാണ് നായകന്. നായിക ശ്രീലീല എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ രവി മോഹൻ, ജയൻ രവി, അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ റോളാണ് ജയൻ രവിയുടെ. പിന്നെ അഥർവ നല്ല ഗംഭീര പ്രകടനമാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ബേസിൽ ജോസഫ് ഉണ്ട്. അതുപോലെ തന്നെ കൊളപ്പുള്ളി ലീല തുടങ്ങിയവരുടെ സാന്നിധ്യവും സിനിമയിൽ ഉണ്ട്. അപ്പം സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സുധാ കൊങ്ങരയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം സൂര്യ റിപ്പോർട്ടർ എന്ന് പറയുന്ന സൂര്യയുടെ ഒരു ഗംഭീര സിനിമ ഡയറക്റ്റ് ചെയ്ത ആളാണ്. അപ്പം സൂര്യ റിപ്പോർട്ടർ സിനിമയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സൂര്യ റിപ്പോർട്ടർ തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അതിന്റെ ഒരു അടുത്ത് പോലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ ആദ്യം സൂര്യ ചെയ്യാൻ വേണ്ടിയിട്ട്, ശിവകാർത്തികേയന്റെ റോള് സൂര്യ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ്. പിന്നീട് എന്തോ തിരക്കുകൾ മൂലമാണ് ശിവകാർത്തികേയനിലേക്ക് ഇത് വരുന്നത്. പിന്നെ ഈ സിനിമ സെൻസർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന്റെ പോരായ്മ ആ സിനിമയിൽ ശരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. കട്ട് ചെയ്ത ഭാഗത്തിന്റെ ഒക്കെ പിന്നെ ചില ഡയലോഗുകളൊക്കെ മ്യൂട്ട് ചെയ്താണ് അവര് നമ്മളെ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കുറച്ച് ലവ് സീൻസ് ഒക്കെ ഭയങ്കര ലാഗായിട്ടൊക്കെ തോന്നി. അത് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് അത് എടുക്കാമായിരുന്നു എന്ന് തോന്നി. എൻ്റെ ഒരു അഭിപ്രായമാണ്. ആ ഒരു പോർഷൻ മാത്രം കുറച്ച് ലാഗായിട്ട് തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫ് നമുക്ക് ഒട്ടും ലാഗ് ഒന്നുമില്ല. സെക്കൻഡ് ഹാഫ് നമ്മളെ നല്ലതായിട്ട് പടത്തിൽ എൻഗേജ് ചെയ്തിരുത്തുന്നത് തന്നെയുണ്ട്. പിന്നെ സിനിമയിൽ ഓരോരുത്തരുടെയും പ്രകടനങ്ങൾ നോക്കി കഴിഞ്ഞാൽ ശിവകാർത്തികേയൻ നല്ല ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സൂര്യ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് തോന്നി. പിന്നെ ശ്രീലീല അവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് അഥർവയുടെ പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ആക്ടിങ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള കുളപ്പുള്ളി ലീലയുണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, പിന്നെയും കുറെ കമിയോ റോൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ കുറച്ച് റോൾസ് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും ഗംഭീരമാക്കിയിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്കൊക്കെ രോമാഞ്ചം വരുന്ന സീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവർക്കും, ഇപ്പൊ ഞാനിത് മറ്റേ വന്നിരുന്ന് പറയുകയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ട്രെയിലറിലൊക്കെ തന്നെയുണ്ട് സിനിമയുടെ ബേസ് എന്താന്നുള്ള കാര്യം. പണ്ട് സൗത്ത് ഇന്ത്യയില് ഹിന്ദി, എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദി സംസാരിക്കണം, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടുത്തു നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പൊ അതിനെതിരെ നടന്ന സമരങ്ങളെ പറ്റിയൊക്കെ ഉള്ളൊരു കഥയാണിത്. ഇത് ശരിക്കും നടന്ന സംഭവമാണ്. അപ്പം അതിനെതിരെ നടന്ന സമരത്തെ പറ്റിയുള്ളൊരു സ്റ്റോറി ആണ് പറയുന്നത്. എന്നാലും അതിനകത്തൊരു 2-3 സീനിൽ എടുത്തു പറയുന്നുണ്ട്, അവരൊരു തമിഴ്നാട്ടുകാർ അല്ലെങ്കിൽ സൗത്തിൽ നിന്നുള്ളവര് ഒരിക്കലും ഹിന്ദിക്ക് എഗെയിൻസ്റ്റ് അല്ല. ഹിന്ദി സംസാരിക്കേണ്ടടുത്ത് ഹിന്ദി സംസാരിക്കണം, തമിഴ് സംസാരിക്കേണ്ടടുത്ത് തമിഴ് സംസാരിക്കണം, മലയാളം സംസാരിക്കേണ്ടടുത്ത് മലയാളം സംസാരിക്കണം. അല്ലാതെ അവർ ഹിന്ദിയെ ഒരിക്കലും എതിർക്കുന്നില്ല. തമിഴ്നാട്ടിലേക്ക് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെയാണ് അവരെ എതിർക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു വിവാദങ്ങൾക്കൊന്നും വഴിതിരിക്കേണ്ട ഒരു ആവശ്യമുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എനിക്ക് കണ്ടിടത്തോളം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വിവാദങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ സിനിമയിലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആർട്ട് വർക്കാണ്. ഈ സിനിമ നമ്മുടെ ഒരു കാലഘട്ടമല്ല കാണിക്കുന്നത്. 1965 ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അന്നത്തെ രീതിയിലുള്ള ആർട്ട് വർക്ക് ഈ സിനിമയിൽ നല്ല ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ട്രെയിൻ ആണെങ്കിലും എല്ലാം നമ്മൾ ആ ട്രെയിലറിലൊക്കെ കാണുമ്പോൾ തന്നെ, ട്രെയിനൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് GV പ്രകാശ് കുമാറാണ്. മ്യൂസിക് കുറെ പാട്ടുകളൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത്. നല്ല പാട്ടുകളൊക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയുടെ സ്റ്റോറി മതിമാരൻ പുകഴ്ന്തി അവരാണ് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അതായത് ഡയലോഗും സ്ക്രീൻ പ്ലേ ഒക്കെ സുധാ കൊങ്ങരയും അർജുൻ നടേശനും ഗണേശ എന്ന് പറയുന്നവരൊക്കെ ചേർന്നിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഡയറക്ഷനും കൊള്ളാം. ഒരു ലേഡിയാണ്, അവരുടെ ഡയറക്ഷനും നല്ല രീതിയിൽ തന്നെയുണ്ട്. സൂര്യ റിപ്പോർട്ടർ അവരുടെ ഒരു റേഞ്ച് തെളിയിച്ചൊരു സിനിമ തന്നെയാണ്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് സതീഷ് സൂര്യയാണ്. സിനിമാറ്റോഗ്രാഫി രവി കെ ചന്ദ്രൻ. അവരെല്ലാം അവരുടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പടത്തിലൊരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയത് തന്നെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ ഭാഗങ്ങൾ കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് ആ സിനിമയിൽ കിട്ടിയേനെ. എന്നിരുന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ പടത്തിന്റെ ഒരു കണ്ടന്റ്, അതായത് അവരാ തിരഞ്ഞെടുത്ത ആ ഒരു സ്റ്റോറി,
തൊട്ടാൽ കൈ കൊള്ളുന്നൊരു സ്റ്റോറിയാണ്. എന്നാലും അവരത് വളരെ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിയിക്കാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നല്ല, ഒരു പൊളിറ്റിക്കൽ ഡ്രാമ സിനിമയാണ്. അപ്പൊ എല്ലാവർക്കും അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എന്നാൽ വലിയൊരു സംഭവമായിട്ടുള്ള സിനിമ, ഒരു നോർമൽ സിനിമ എന്നുള്ള രീതിയിൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.